SNDP-യുമായുള്ള ഐക്യനീക്കത്തിൽ നിന്ന് NSS പിന്മാറിയതിന് പിന്നാലെ ആ വിഷയത്തിൽ SNDP നേതൃത്വത്തിന്റെ പ്രതികരണമാണ് നമ്മളേവരും കാത്തിരിക്കുന്നത്. പക്ഷേ ആ പ്രതികരണം ഇന്ന് ഉണ്ടാവുമോ എന്നതാണ് ആകാംക്ഷ. ഇന്നുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐക്യത്തെ ആദ്യം സ്വാഗതം ചെയ്തെങ്കിലും SNDP നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് സംശയിച്ചാണ് NSS പിന്മാറിയത്. NSS സമദൂര സിദ്ധാന്തം പറയുമ്പോൾ SNDP CPM-നോടും BJP-യോടും അടുത്തു നിൽക്കുന്നു എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, പല പ്രതികരണങ്ങളും ഇന്നലെ വന്നെങ്കിലും ഏറ്റവും നിർണായകമായ പ്രതികരണം SNDP-യുടേതാണ്. എങ്ങനെയാണ് വെള്ളാപ്പള്ളി ഇതിനെ നോക്കിക്കാണുന്നത്? എന്താണ് പറയാനുള്ളത്? വളരെ പെട്ടെന്നില്ലാതെ പോയ ഒരു ഐക്യ ആലോചന, അതേക്കുറിച്ച് എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? എന്തായിരുന്നു NSS ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന് NSS-നെ പ്രേരിപ്പിച്ചത് എന്നതടക്കമുള്ള വിശകലനങ്ങളും വരുന്നുണ്ടല്ലോ. ശ്രീജ, നേരത്തെയും NSS SNDP ഐക്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ കുറച്ചു കാലമെങ്കിലും നീണ്ടുപോയിരുന്നു. പക്ഷേ ഇതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിടരും മുൻപ് കൊഴിയുന്ന തരത്തിലുള്ള ഐക്യമായി പോയി എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ NSS ജനറൽ സെക്രട്ടറി നടത്തിയ പ്രതികരണം, ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന ഒരു കാര്യമാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആദ്യം വിശാല ഹിന്ദു ഐക്യം എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഒരു പ്രതികരണം നടത്തി. എന്നാൽ SNDP യോഗത്തിന് ഒരു രാഷ്ട്രീയ താല്പര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി പറഞ്ഞത്. ഏതായിരുന്നാലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അദ്ദേഹം ആദ്യം തന്നെ ഈ ഐക്യനീക്കം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് സുകുമാരൻ നായരുമായി ഒരു കൊമ്പ് കോർക്കലിനില്ല, അല്ലെങ്കിൽ NSS-ഉമായി ഒരു കൊമ്പ് കോർക്കലിനില്ല. SNDP-യും NSS-ഉം സഹോദര സമുദായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ഐക്യവുമായി ഹിന്ദു സമൂഹത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രബല സമുദായ സംഘടനകൾ ഒരുമിച്ച് പോകും എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു ചതിവായിരുന്നു എന്ന ഒരു പറയാതെ പറച്ചിലാണ് സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എങ്കിൽ വെള്ളാപ്പള്ളി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് വളരെ ആകാംക്ഷയോടെ ഏവരും നോക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വ്യാഖ്യാനങ്ങൾ വന്നിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ NSS-നെ സംബന്ധിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ പിണക്കുന്നത് അത്ര നല്ലതല്ല എന്നൊരു വികാരമുണ്ട്. മാത്രമല്ല, കോൺഗ്രസുമായി എല്ലാ കാലവും ചേർന്ന് നിൽക്കുന്ന സമുദായ സംഘടനയാണ് NSS. ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞത്, അതോടൊപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ്, ഇതിൽ രണ്ടിലും UDF-നും പ്രത്യേകിച്ച് കോൺഗ്രസിനും വളരെ തിളക്കമാർന്ന വിജയങ്ങൾ നേടാനായി. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കാലങ്ങളായി കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന NSS എന്തിന് ഇടതുവശത്തേക്കും അല്ലെങ്കിൽ വളരെ തന്ത്രപരമായി SNDP ഒരുക്കുന്നു എന്ന് കരുതപ്പെടുന്ന BJP-യിലേക്കുള്ള വഴിയിലേക്കും ചെന്ന് വീഴണം എന്ന വികാരം NSS-ലെ നേതൃത്വത്തിൽ പലർക്കും ഉണ്ടായി. ഈ ഒരു വികാരം തന്നെയാണ് പിന്നീട് നിലപാട് മാറ്റാൻ സുകുമാരൻ നായരെ പ്രേരിപ്പിച്ചതെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, NSS എടുക്കുന്ന സമദൂര സിദ്ധാന്തം, അവിടെ സമദൂരം പറയുമ്പോൾ കോൺഗ്രസിന് കൂടി ഇടമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യം പരിശോധിച്ചാൽ കോൺഗ്രസ് മുച്ചൂടും മുടിയണം എന്ന നിലയ്ക്ക് തന്നെയാണ് VD സതീശനോടുള്ള എതിർപ്പ് മാത്രമല്ല അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. പൊതുവിൽ കോൺഗ്രസിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. മാത്രമല്ല, മൂന്നാം ഇടത് സർക്കാർ വരുമെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു. BDJS വഴി BJP-യിലേക്കും അടുത്ത ബന്ധം ഉണ്ടാക്കുന്നു, പത്മ പുരസ്കാരം ലഭിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും CPM-ൻ്റെയും BJP-യുടെയും തോളിലിടുന്നു എന്ന ഒരു വികാരം പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇടത് സർക്കാരിൻ്റെ തുടർഭരണമുണ്ടായാൽ അത് NSS-നെ തങ്ങൾ ഒപ്പം ചേർത്ത് അങ്ങനെ ഒരു വിജയത്തിലേക്ക് ഇടതു മുന്നണിയെ നയിച്ചു എന്ന് ഭാവിയിൽ വെള്ളാപ്പള്ളി അവകാശപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യമുണ്ടായാൽ SNDP-യുടെ ഒരു നിഴലായി അല്ലെങ്കിൽ SNDP-യോട് ഓരം ചേർന്ന് നിൽക്കുന്ന സംഘടനയായി NSS മാറ്റപ്പെടും. അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടും. മറ്റൊന്ന്, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3-4 സീറ്റിൽ BJP ജയിക്കുകയാണെങ്കിലും ഇതേ അപകടമുണ്ട്. കാരണം അകന്നു നിന്ന് NSS-നെ SNDP ഐക്യത്തിലൂടെ ഒരുമിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഹിന്ദു ഐക്യമുണ്ടാകുകയും അത് BJP-ക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തുവെന്ന ക്ലെയിം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അവിടെയും അടി കിട്ടാൻ പോകുന്നത് NSS-നാണ്. കാരണം SNDP-യുടെ ഓരം ചേർന്ന് നിൽക്കുന്ന, SNDP-യുടെ തണലിൽ നിൽക്കുന്ന ഒരു സംഘടനയായി മാത്രം NSS മാറുന്ന അപകടകരമായ ഒരു നിലയുണ്ടായിരുന്നു. ഇത് സംഘടനാ നേതൃത്വം തിരിച്ചറിഞ്ഞു. അങ്ങനെ തന്നെയാണ് ഈ ഒരു പിന്മാറ്റം ഉണ്ടായതും. ശ്രീജ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.